ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ട്രിക് ടേണിലേക്ക് സ്വാഗതം. നമ്മളെ സൈക്കോളജി പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ഏരിയ ഉണ്ട്. സൈക്കോളജിയുമായി ബന്ധമുള്ള ഏരിയ തന്നെയാണ്. അതായത് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്. ഒരു വ്യക്തി ജനിക്കുന്നതിന് മുന്നേ, ജനിച്ച ശേഷം കടന്നു പോകുന്ന ഘട്ടങ്ങളാണ് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ്. നമുക്കതിനെ ഗ്രോത്ത് സ്റ്റേജസ് എന്നോ വികസന ഘട്ടങ്ങളെന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഒരു വ്യക്തിയുടെ വളർച്ചയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു കൗമാര കാലഘട്ടം വരെയുള്ള ഡേറ്റ മതി നമുക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ യൗവനത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ കുട്ടികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം. കൗമാരം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വികസന ഘട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. കുട്ടികളെ, ഈ വികസന ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി തീർച്ചയായിട്ടും അമ്മയുടെ വയറിൽ കിടക്കുകയാണല്ലോ. ആ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വികസന ഘട്ടങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അല്ലാതെ ജനിച്ചതിന് ശേഷം മാത്രമല്ല, ആ അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന സമയം തൊട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ വികസന ഘട്ടങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണ്. നോക്കാം നമുക്ക്. കുട്ടികളെ, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ജനന പൂർവ്വഘട്ടം. ഓക്കെ, ജനന പൂർവ്വഘട്ടം, പ്രീനൈറ്റൽ പീരീഡ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. എന്താണ് കുട്ടികളെ ഈ ജനന പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ? പ്രീനൈറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അമ്മയുടെ വയറിനുള്ളിൽ കുട്ടി കിടക്കുകയാണ്, കുട്ടി ജനിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ജനന പൂർവ്വഘട്ടം എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യമുള്ള ഘട്ടമാണ് ഏത്? ശൈശവം. ശൈശവത്തെ നമ്മൾ ഇൻഫൻസി എന്ന് വിളിക്കുന്നു. ഓക്കെ, ശൈശവത്തെ നമ്മൾ ഇൻഫൻസി എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കൂ, ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അതായത് ഇൻഫൻസി കാലഘട്ടം കഴിഞ്ഞാൽ, ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കടക്കുന്നത് ഏതിലേക്കാണ്? ആദ്യകാല ബാല്യം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒന്നിലേക്കാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പിൽക്കാല ബാല്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇതിനിടയിൽ ഒരു മധ്യകാല ബാല്യം എന്ന് പറഞ്ഞൊരു ലെവൽ ഉണ്ട്. പക്ഷെ അത് പല പുസ്തകങ്ങളിലും അതിനെയും കൂടെ കമ്പൈൻ ചെയ്താണ് പിൽക്കാല ബാല്യമായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് പറയാത്തത് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് വരുന്നത് കൗമാരമാണ്. കൗമാരം നമുക്കറിയാമല്ലോ, അഡോളസൻസ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു 5 ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ബയോളജിക്കൽ ആസ്പെക്റ്റിലെ കാര്യങ്ങൾ വരും. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്ന ചില മേഖലകൾ വരും. ചിലതൊക്കെ നമ്മൾ അല്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം കുട്ടികളെ. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഏതിനെയാണ്? ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ ജനന പൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീനേറ്റൽ പീരീഡ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തെയാണ്. കുട്ടികളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ പ്രാഗ് ജന്മഘട്ടം എന്ന് വിളിക്കാറുണ്ട്. പ്രാഗ് ജന്മഘട്ടം. എന്താണ് കുട്ടികളെ പ്രാഗ് ജന്മഘട്ടം? അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്നു, പുറത്തു വന്നിട്ടില്ല. ഏറെക്കുറെ എത്ര സമയമാണ്, ദൈർഘ്യമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കിടക്കുന്നത്? 280 ദിവസം അല്ലേ? അപ്രോക്സിമേറ്റ്ലി ആണ്. അങ്ങനെ കൃത്യമായിട്ട് 280ാമത്തെ ദിവസത്തിൽ കുഞ്ഞു ജനിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ് കണക്കാണ് 280 ഡേയ്സ്. 280 ദിവസമാണ് പ്രാഗ് ജന്മഘട്ടത്തിൽ നമ്മൾ കിടക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള വികസനമാണ്. ഓക്കെ, ഗർഭപാത്രത്തിനുള്ളിൽ വെച്ചിട്ടുള്ള വികസനമാണ് ഏത്? ഈ പ്രീനേറ്റൽ പീരീഡ് അല്ലെങ്കിൽ പ്രാഗ് ജന്മഘട്ടം, ജനനത്തിന് മുൻപ്. ഇവിടെ സംഭവിക്കുന്ന വികസനം എങ്ങനെയാണ്? അത് വയറിനുള്ളിൽ കടക്കുകയാണ്. ഇവിടത്തെ ആ ഒരു കുഞ്ഞിന്റെ വികസനം എങ്ങനെയാണ്? നമുക്കറിയാം, എല്ലാവരും ഓരോ കോശമായിട്ട് തുടങ്ങുകയാണ് അല്ലെ? സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് വിളിക്കുന്ന ഒരു കോശമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അവിടെ നിന്നുമാണ് ഒരു മുഴുവൻ ഒരു ശിശു എന്ന് നമുക്കിപ്പോൾ വിളിക്കാറായിട്ടില്ല, ഒരു വളരെ ചെറിയൊരു കുഞ്ഞിന്റെ രൂപത്തിലേക്ക് മാറുകയാണ് ആ ഒരു കോശത്തിൽ നിന്നും. അപ്പോൾ ഇവിടുത്തെ വികസനം ദ്രുതഗതിയിലാണ്. ഒറ്റ സെല്ലിൽ നിന്നും 280 ദിവസം കൊണ്ട് ഒരു മനുഷ്യ കോലത്തിലേക്ക് മാറുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദ്രുതഗതിയിലാണ് വികസനം, ക്രമാനുഗതമാണ് ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആദ്യം ഹാർട്ട് രൂപം കൊള്ളുന്നു, പിന്നീട് ഓരോരോ അവയവങ്ങളും ഓരോരോ ടൈമിങ്ങിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ക്രമത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ആദ്യം ഒരു കണ്ണ് വരിക, എന്നിട്ട് ഒരു കൈ വരിക, എന്നിട്ട് രണ്ടാമത്തെ കണ്ണ് വരിക, അങ്ങനെയാണോ? അങ്ങനെയല്ല നമ്മൾ വികസിക്കുന്നത് അല്ലെ? ക്രമാനുഗതമാണ്. ഇനി പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഈ വികസനം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കുട്ടികളെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വളർച്ച എത്രയായിരിക്കണം?
സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വളർച്ച എത്രയായിരിക്കണം, തേർഡ് ട്രൈമസ്റ്ററിൽ എത്രയായിരിക്കണം, ഇതെല്ലാം ഡോക്ടർമാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കാലഘട്ടത്തിലെ വികസനം എന്ന് പറയുന്നത് പ്രവചനക്ഷമമാണ്. ഓക്കെ, പ്രവചനക്ഷമമാണ്, പ്രഡിക്റ്റബിൾ ആണ്. ഇനി അത് മാത്രമാണോ? അല്ല, ഘടനാപരമാണ്. ഘടനാപരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ മനുഷ്യക്കോലത്തിലേക്കാണ് മാറാൻ പോകുന്നത്, അല്ലാതെ ഒരു പശുവിന്റെ രൂപത്തിലേക്ക് മാറുന്നില്ല. പശുവിന്റെ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ പശുവിന്റെ രൂപത്തിലേക്കാണ് മാറുന്നത്, മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇതാണ് ഘടനാപരം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോ പ്രാഗ്ജന്മഘട്ടത്തിലെ ഒരു കുട്ടിയുടെ വികസനം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ: ദ്രുതഗതി, ക്രമാനുഗതം, പ്രവചനക്ഷമം, ഘടനാപരം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇനി നിങ്ങൾ നോക്കിക്കോണേ, ഈ ഘട്ടത്തിൽ കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നു. ഈ ഘട്ടത്തിൽ കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്നു, കാരണം വേറെ വഴിയില്ല, അല്ലെ? അവിടെ ഉള്ളിൽ ട്രാപ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ജനന പ്രക്രിയ സ്വാഭാവിക വികസനത്തിനിടയ്ക്കുള്ള ഒരു തടസ്സം മാത്രമാണ്. അങ്ങനെ വയറിനുള്ളിൽ സുഖിച്ച് കിടക്കുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, പെട്ടെന്നൊരു സമയത്ത് കുട്ടി പുറത്തേക്ക് വരികയാണ്. അതുവരെ അമ്മയുടെ വയറിനുള്ളിൽ നല്ല സുഖിച്ച് നിന്ന ആ കുട്ടി ഇപ്പോ പുറത്തേക്ക് വരികയാണ്. ഇത്രയും നാൾ വളർന്നുകൊണ്ടിരുന്ന ആ പ്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക തടസ്സം മാത്രമാണ് കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്, അല്ലെ? നമുക്കത് വലിയൊരു കാര്യമാണ്, പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു ആവശ്യമായ ഒരു തടസ്സം മാത്രമാണ് ഈ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ നോക്കൂ, നമ്മൾ ജനനപൂർവ്വ ഘട്ടത്തിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ച് ബയോളജിക്കൽ ആസ്പെക്ട് വരും. പക്ക ബയോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഈ പറയുന്ന വികസനത്തിന്റെ രീതികൾ നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇതാണ് നമ്മുടെ ജനന പൂർവ്വഘട്ടം എന്ന് പറയുന്നത്, ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ കുട്ടികളെ അടുത്തത് നിങ്ങൾ നോക്കൂ. ഈ പറയുന്ന ജനനപൂർവ്വഘട്ടത്തിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ കേറ്ററ്റ് പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കേറ്ററ്റ് പരീക്ഷയുടെ അകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും LP-UPയിൽ മറ്റ് രൂപങ്ങളിലായിട്ട് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന സബ് സ്റ്റേജസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ആ 280 ദിവസത്തിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, 3 ഉപഘട്ടങ്ങൾ. ഒന്നാമത്തേതാണ് ജീവസ്ഫുരണഘട്ടം. പേരൊന്നും കേട്ട് പേടിക്കരുത് കേട്ടോ, ജീവസ്ഫുരണഘട്ടം. ജീവൻ വരുന്ന ഘട്ടമാണ്, ജീവൻ ഉണ്ടായി വരുന്ന ഒരു ഘട്ടമാണ്, അതാണ് ജീവസ്ഫുരണഘട്ടം. ഇതിനെ നമുക്ക് ജേർമിനൽ പീരീഡ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാം. നിങ്ങൾ മലയാള പേര് പഠിച്ചാൽ മതി. ജീവന്റെ സ്ഫുരണഘട്ടം, ജീവൻ ഉണ്ടായി വരികയാണ്. അതായത് ഇതിനെ ബീജാങ്കുരണഘട്ടം എന്നും വിളിക്കാം. ഇത് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും. ജീവസ്ഫുരണഘട്ടത്തിനെ തന്നെയാണ് നമ്മൾ ബീജാങ്കുരണഘട്ടം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 280 ദിവസമുള്ള പ്രാഗ്ജന്മഘട്ടത്തിനെയാണ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സബ് സ്റ്റേജ് ആണ് ജീവസ്ഫുരണഘട്ടം അല്ലെങ്കിൽ ബീജാങ്കുരണഘട്ടം. ഓക്കെ, ഗർഭധാരണം തൊട്ട് 2 ആഴ്ച പൂർത്തിയാകുന്നത് വരെ, ഗർഭധാരണം തൊട്ട് 2 ആഴ്ച പൂർത്തിയാകുന്നത് വരെയാണ് നമ്മൾ എന്ത് ഘട്ടമായിട്ട് വിളിക്കുന്നത്? ബീജാങ്കുരണ ഘട്ടമായിട്ട് വിളിക്കുന്നത്. അങ്ങനെങ്കിൽ രണ്ടാമത്തെ സബ് സ്റ്റേജ് നോക്കൂ, ഭ്രൂണഘട്ടം അല്ലെങ്കിൽ എംബ്രയോണിക് പീരിയഡ്. കുട്ടികളെ, ഭ്രൂണം, നമ്മൾ ഭ്രൂണഹത്യ എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. എന്താണ് ഈ ഭ്രൂണം എന്ന് പറഞ്ഞാൽ? എംബ്രയോയാണ് നമ്മൾ ഭ്രൂണം എന്ന് വിളിക്കുന്നത്. 2 ആഴ്ച തൊട്ട് 2 മാസം വരെയാണ് ഭ്രൂണഘട്ടം. പഠിക്കാൻ എളുപ്പമാണ്. 2 to 2, 2 ആഴ്ച തൊട്ട് 2 മാസം വരെ, ഇതാണ് ഭ്രൂണഘട്ടം. ഈ 2 മാസം കഴിഞ്ഞിട്ടാണ് 3ആമത്തെ ഘട്ടം വരുന്നത്. ഓക്കെ, അപ്പൊ 2 ആഴ്ച തൊട്ട് 2 മാസം വരെ ഭ്രൂണഘട്ടം അല്ലെങ്കിൽ എംബ്രയോണിക് പീരിയഡ്. മൂന്നാമത്തെ നോക്കൂ, ഗർഭഘട്ടം അഥവാ ഫീറ്റൽ പീരിയഡ്. നമ്മൾ ഫീറ്റസ് എന്ന് വിളിക്കും. ഫീറ്റസ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ഓൾറെഡി ഒരു മനുഷ്യന്റെ രൂപമായി കഴിഞ്ഞു, അതിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ കുറെ കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ എംബ്രയോ, ഭ്രൂണം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഗർഭഘട്ടം അഥവാ ഫീറ്റൽ പീരീഡ്, ഇതിനെയാണ് ഗർഭസ്ഥ ശൈശവം. കാരണം കുഞ്ഞ് ജനിച്ചാൽ ഇനി ഉടനെ ശൈശവത്തിലേക്ക് പോവുകയാണ്. ഗർഭാവസ്ഥയിലുള്ള ഘട്ടം എന്നുള്ള ലെവലിലാണ് അതിന് ഗർഭസ്ഥ ശൈശവം എന്ന് പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 മാസം തൊട്ട് ജനനം വരെയാണ് ഇവരുടെ അല്ലെങ്കിൽ ഈ ഘട്ടത്തിന്റെ ഒരു പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ആകെ ഈ ഭ്രൂണഘട്ടം 2 ആഴ്ച തൊട്ട് 2 മാസം മാത്രം പഠിച്ചാൽ മതി. ബാക്കി എല്ലാം നിങ്ങൾ മറന്നേക്ക്. ബാക്കി 2 ഘട്ടങ്ങളുടെ ഡ്യൂറേഷൻ നിങ്ങൾ വിട്ടേക്ക്. ഭ്രൂണഘട്ടം 2 ആഴ്ച തൊട്ട് 2 മാസം വരെ, അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ അതിന്റെ മുൻപുള്ളത് ജീവസ്ഫുരണ ഘട്ടവും അതിന് ശേഷമുള്ളത് ഗർഭഘട്ടവുമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ ഈ വാക്കുകൾ, ഈ ഘട്ടത്തിന്റെ പേരുകൾ പരീക്ഷയിൽ ഈവൻ ഡിസ്ട്രാക്ടേഴ്സ് ആയിട്ട് പോലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയ ഒന്ന് കണ്ടുപോകുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണ്.
അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ കുട്ടികളെ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? കുഞ്ഞ് ഇപ്പോൾ ജനിച്ചു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഈ കുഞ്ഞ് ഏത് ഘട്ടത്തിലാണ്? കാരണം ഗർഭാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞു കുട്ടികളെ. ഇനി ഈ കുഞ്ഞെന്ന് പറയുന്നത് ശൈശവം അഥവാ ഇൻഫൻസി എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലെ കുട്ടികളെയാണ് നമ്മൾ ഇൻഫൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ശിശു എന്ന് നമ്മൾ വിളിക്കുന്നത് ശൈശവത്തിലെ കുട്ടികളെയാണ് നമ്മൾ ശിശു എന്ന് വിളിക്കുന്നത്. നോക്കൂ, ജീവിതത്തിലെ ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ 0 to 3 years ആണ് കേട്ടോ. പല പുസ്തകത്തിലും ചിലപ്പോൾ 0 to 2 years എന്ന് കൊടുത്തിട്ടുണ്ടാകും. ഡിപ്പെൻസ്. പ്രായമാണ്. കൃത്യം 3 തികയുന്ന ആ ദിവസം പാതിരാത്രി മുതൽ അവൻ ഇനി ശിശു അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതൊരു പ്രായം പറയുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ച് മാത്രമേ പറയാൻ പറ്റൂ. ചില പുസ്തകങ്ങളിൽ 0 to 2 years എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എടുക്കുന്നത് 0 to 3 years ആണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? 0 to 3 years. ഒരു കുട്ടി ജനിച്ചിട്ടുള്ള ആദ്യത്തെ 28 ദിവസം, അതായത് കുഞ്ഞ് ജനിച്ച് 3 വർഷത്തോളം കുഞ്ഞ് ശിശുവാണ്. അതിൽ തന്നെ ആദ്യത്തെ 28 ദിവസം എന്ന് പറയുന്നത് നവജാത ശിശു എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടല്ലേ 28 എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞാണോ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നവജാത ശിശു. അതായത് നമുക്കറിയാം നിയോനേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് ജനിച്ച് പുതിയതായിട്ട് പുറത്ത് വന്നിരിക്കുന്ന ആളാണ്. 28 ദിവസം വരെ അതിനെ നവജാത ശിശു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഫുൾ പീരീഡ് നമ്മുടെ 3 വർഷം വരെ നമ്മൾ ആ കുഞ്ഞിനെ ശിശു ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഈ കാലഘട്ടത്തിലെ കുട്ടിയുടെ കായിക ചാലക വികസനം എങ്ങനെയാണ്? അതായത് ശരീരം എങ്ങനെയാണ് വികസിക്കുന്നത്, ശരീരത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് വികസിക്കുന്നത്, ഇതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കൂ, ഒരു കുഞ്ഞ്, ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ അമ്മമാരൊക്കെ ഒരുപാട് പേരുണ്ടാകും അല്ലെ? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് അയ്യോ നല്ല കൊച്ചു കുട്ടിയാണെന്നും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞ് വളർന്നു കഴിഞ്ഞു. ഈ സ്പീഡിലാണ് കുട്ടികൾ വളരുന്നത്. നമ്മൾക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. ദ്രുതഗതി എന്ന് പറഞ്ഞാൽ വളരെ വേഗമാണ് ഈ ശൈശവത്തിലെ ഒരു കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത്. ദ്രുതഗതി എന്ന് പറഞ്ഞാൽ എന്താ? റാപ്പിഡ് എന്നാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റാപ്പിഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവും ആകുന്നു. ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴുത്തുറക്കുന്നില്ല, തല ഉറക്കുന്നില്ല, കൈ ഉറക്കുന്നില്ല. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന പരുവത്തിലേക്ക് എത്തുകയാണ്. എല്ലാത്തിനും ഒരു കൺട്രോള് ശരീരത്തിന് കിട്ടിത്തുടങ്ങുകയാണ് ഈ ശൈശവ കാലഘട്ടത്തിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവും ആകുന്നു എന്നുള്ളത്. ഇനി ഇവരുടെ വൈകാരിക വികസനം എങ്ങനെയാണ്? വൈകാരിക വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇമോഷണൽ ഡെവലപ്മെന്റിനെയാണ് നമ്മളുടെ വൈകാരിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനന സമയത്തെ കരച്ചിൽ. കുട്ടി ജനിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ കരച്ചിലാണ് അല്ലെ? ചിരിച്ചുകൊണ്ട് ഒരു കുഞ്ഞും ജനിക്കുന്നില്ല, കരഞ്ഞുകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് വരുന്നത്. പിന്നീടാണ് കുട്ടിയുടെ വികാരങ്ങൾ പതുക്കെ പതുക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ച് എല്ലാ വികാരങ്ങളും കരച്ചിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ? വിശക്കുന്നു, അല്ലെങ്കിൽ പനിയാണ്, അല്ലെങ്കിൽ വേദനിക്കുന്നു, പാല് വേണം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ, അത് കരച്ചിലാണ്. ഭാഷയായിട്ടും വികാരമായിട്ടും കുഞ്ഞിനാദ്യം ഉള്ളത് കരച്ചിലാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഇനി ഈ കരച്ചിൽ എന്ന് പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുന്നു? മാറി തുടങ്ങുന്നു. അമ്മയുടെ സാന്നിധ്യം കുഞ്ഞിന് ആനന്ദം നൽകി തുടങ്ങുന്നു. അമ്മയെ പിരിയുമ്പോൾ കുഞ്ഞിന് അസ്വാസ്ഥ്യം രൂപം കൊള്ളുന്നു അല്ലേ? ആ സമയത്ത് അച്ഛന്മാർക്കൊക്കെ വലിയ അസൂയാണ്. കാരണം എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് അമ്മയെ മതി. കാരണം കുഞ്ഞിന് അമ്മയെ മതി എന്ന് പറയുന്നതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അമ്മയാണ് കുഞ്ഞിനെ ആ സമയത്ത് ആകെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കുഞ്ഞ് കരുതുന്നത് അല്ലെ? ഈ അച്ഛന്മാർ, പാവം പുരുഷന്മാരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം അല്ലെ? നമ്മളൊന്നും ആ റഡാറിലേ ഇല്ല. പിന്നീടൊക്കെയാണ് കുഞ്ഞ് ഈ മനുഷ്യനാണ് എൻ്റെ അച്ഛൻ, ഓക്കെ, അപ്പോൾ അടുപ്പിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നൊക്കെ പിന്നീടാണ് പഠിച്ചു വരുന്നത്. തുടക്കം തന്നെ അമ്മയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർത്തു വയ്ക്കുക. ഇതാണ് ഈ ശൈശവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ശൈശവ ഘട്ടത്തിലെ ബൗദ്ധിക വികസനം എങ്ങനെയാണ് കുട്ടികളെ? ബൗദ്ധിക വികസനം എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബൗദ്ധികം, ബുദ്ധിപരമായിട്ടുള്ള വികസനത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു കുട്ടി ജനിച്ച ശേഷം ശൈശവത്തിൽ നിൽക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ബൗദ്ധികപരമായിട്ടുള്ള വികസനം നടക്കുന്നത്? ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും മെച്ചമാകുന്നു ഇല്ലേ? അതായത് ഒരു കുട്ടി ജനിച്ച ശേഷം, ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരെയും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ കാണുന്നു എന്ന് വിചാരിക്കരുത്. അതിൻ്റെ ഐസൈറ്റ് ഒക്കെ പതുക്കെ അത് മെച്ചപ്പെടുത്തി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഐസൈറ്റ്, കേൾവി, ഇതെല്ലാം, ടച്ച്, സ്മെല്ലിങ്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓക്കെ,
അത് പതുക്കെ പതുക്കെ ഈ സെൻസ് ഓർഗൻസിന്, ഇന്ദ്രിയങ്ങളെ മെച്ചപ്പെടുത്തി എടുക്കുന്നു. ശൈശവത്തിന്റെ അവസാനം മുതിർന്നവരെ പോലെ കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും കഴിയുന്നു. ഓക്കെ, അപ്പൊ ഈ ശൈശവ ഘട്ടത്തിലാണ് മുതിർന്നവരുടെ ഈ ക്വാളിറ്റീസ് എല്ലാം ഒരു കുട്ടി ആർജിക്കുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇനി ഈ കാലഘട്ടത്തിലെ സാമൂഹിക വികസനം എങ്ങനെയാണ്? സാമൂഹിക വികസനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റ്. നിങ്ങൾ നോക്കൂ, അമ്മയാണ് ഏറ്റവും അടുത്ത വ്യക്തി. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇതിന് എന്ത് സംഭവിച്ചാലും ഈ കാലഘട്ടത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത വ്യക്തി അമ്മയാണ്. അതിന് ആരൊക്കെ അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ നോക്കിയാലും അമ്മയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നു. അച്ഛനും സഹോദരങ്ങൾക്കുമാണ് അടുത്ത സ്ഥാനം. ഭാഗ്യം, പുരുഷന്മാർക്ക് സമാധാനിക്കാം കേട്ടോ, നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല കുഞ്ഞ്. നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സിബ്ലിങ്സും കുട്ടിക്കുണ്ടെങ്കിൽ അവർക്ക് അടുത്ത സ്ഥാനം കൊടുക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു. ശൈശവഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി മറ്റു ശിശുക്കളുമായി സമ്പർക്കം പുലർത്തുന്നു. തുടക്കം ഒരു കുട്ടിയെയും അടുപ്പിക്കില്ല. ഏതെങ്കിലും ഒരു കുട്ടി അടുത്ത് വന്നാൽ കരച്ചിലാണ്, അക്രമമാണ്. കുറെ കഴിയുമ്പോഴത്തേക്കും മറ്റു കുട്ടികളെ അടുപ്പിച്ചു തുടങ്ങുന്നു, മറ്റു കുട്ടികളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടു തുടങ്ങുന്നു. ഇവനെ കൊള്ളാം, ഇവനെ അടുത്ത് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം എന്നൊക്കെ കുട്ടി ചിന്തിച്ചു തുടങ്ങുകയാണ് ഈ ശൈശവ ഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി. കുട്ടികളെ, ഈ സമയത്ത് ഭാഷാ വികസനം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടി ശിശുവായിട്ടിരിക്കുന്ന സമയത്ത് കരച്ചിലാണ് അതിൻ്റെ ആദ്യത്തെ വികാരമെന്ന് ഞാൻ പറഞ്ഞു. കരച്ചിൽ തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ കാര്യത്തിനും കരച്ചിലാണ് പ്രധാനം. ഒരു 10 മാസമൊക്കെ ആകുമ്പോൾ ആദ്യത്തെ വാക്ക് പറയും. 10 എന്ന് പറഞ്ഞാലും പുറകോട്ടോ മുന്നോട്ടോ ഒക്കെ മാറാം, ഡിപ്പെൻസ്. ഇത് ഓരോ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ചൊക്കെ മാറിയും തിരിഞ്ഞും വരും. ഇനി 1 വയസ്സാകുമ്പോൾ 3 മുതൽ 4 വാക്ക് പറഞ്ഞു തുടങ്ങും, ഇല്ലേ? 1 വയസ്സൊക്കെ ആകുമ്പോൾ 3 മുതൽ 4 വാക്ക്. ഇതൊരു ഓൺ ആൻ ആവറേജ് കണക്ക് മാത്രമാണ്, എപ്പോഴും അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കുട്ടികൾ വളരെ ലേറ്റ് ആണ്, ചില കുട്ടികൾ വളരെ നേരത്തെ തന്നെ സംസാരിച്ചു തുടങ്ങുന്നു. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ശൈശവത്തിലെ ഭാഷാ വികസന രീതികൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പൊ കുട്ടികളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ പക്ക ബയോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്, ചിലതൊക്കെ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിലെ പോയിന്റുകളാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തൊരു ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കണ്ടന്റ് അത്യാവശ്യം ഒരു കഥ കേൾക്കുന്നത് പോലെ നമുക്ക് രസിച്ച് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള പോയിന്റ് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറയും, അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ പോയിന്റും ഇത് ഇവിടെ ഒരേ ഈക്വൽ വെയിറ്റേജ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊരു ബേസ് മാത്രമാണ്. നമ്മൾ ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന സൈക്കോളജിക്ക് അനിവാര്യമായ ഒരു ബേസ് ആയിട്ടാണ് ഈ ക്ലാസ്സിനെ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഈ ശിശു എന്ന് പറയുന്ന ആൾ ഒരു 3 വയസ്സ് താണ്ടിയിരിക്കുകയാണ്. 3 വയസ്സ് താണ്ടി, ഇല്ലേ? ഇനി ഈ ശിശു എങ്ങോട്ടാണ് പോകുന്നത്? കുട്ടി ശിശു എന്ന് ഇനി വിളിക്കാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ ബാലനെന്നോ ബാലികയെന്നോ നമുക്ക് വിളിക്കേണ്ടി വരും, അല്ലേ? അതായത് ചൈൽഡ്ഹുഡ്, ബാല്യകാലത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞു, ചില പുസ്തകങ്ങളിൽ 3 ബാല്യകാല സ്റ്റേജുകൾ ഉണ്ടാകും. ആദിബാല്യം, മധ്യകാല ബാല്യം, അതുപോലെ തന്നെ പിൽക്കാല ബാല്യം. എന്നാൽ ചില പുസ്തകങ്ങളിൽ ഈ മധ്യകാല ബാല്യത്തെയും പിൽക്കാല ബാല്യത്തെയും കൂടെ ക്ലബ് ചെയ്തിട്ട് പിൽക്കാല ബാല്യം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോ പുസ്തകത്തിലും ഓരോ രീതിയാണ് കേട്ടോ. അത് രണ്ടും എന്ത് കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയാം. നമുക്ക് തൽക്കാലം ആദ്യകാല ബാല്യത്തിലേക്ക് പോകാം, ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇതിനെ തന്നെ ആദി ബാല്യം എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. മലയാള വേർഡ്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പൈൻ ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആദ്യകാല ബാല്യത്തിന്റെ പ്രായപരിധി നോക്കൂ, 3 മുതൽ 6 വയസ്സ് വരെ, 3 to 6 years. 3 മുതൽ 6 വയസ്സ് വരെയാണ് ഒരു കുട്ടി ആദ്യകാല ബാല്യം എന്ന് പറയുന്ന ഒരു പ്രായത്തിൽ നിൽക്കുന്നത്. 3 മുതൽ 6 വയസ്സെന്ന് പറയുമ്പോൾ 6 വയസ്സിലല്ലേ നമ്മൾ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത്. 6 വയസ്സിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് നമുക്ക് വിളിച്ചൂടെ? പ്രീ സ്കൂൾ ഏജ് എന്ന് നമുക്ക് വിളിക്കാം, വിദ്യാലയ പൂർവ്വഘട്ടം. ഓക്കെ, ഈ LPUP പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളമാണെന്നും പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഇംഗ്ലീഷ് വാക്കിനെ മലയാളത്തിൽ ചോദിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഈ പരീക്ഷകളിലുണ്ട്. അപ്പൊ വിദ്യാലയ പൂർവ്വഘട്ടം എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ പ്രീ സ്കൂൾ കാലം എന്ന് ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ അതേപോലെ
ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാം മലയാളത്തിലേ ചോദിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ വിചാരിക്കരുത്. ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിൽ അതേപോലെ തന്നെ ചിലപ്പോൾ ചോദ്യം വരാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ, സാറേ എൻ്റെ കുട്ടി ഈ കാലഘട്ടത്തിലാണ്, കുട്ടി പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, കിൻഡർ ഗാർഡനിൽ പോകുന്നുണ്ടല്ലോ എന്നൊന്നും ചോദിക്കരുത്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ് മുതലുള്ള ആക്ച്വൽ നമ്മുടെ അക്കാഡമിക്, ആക്ച്വൽ എന്ന് പറഞ്ഞാൽ അതിന് മുന്നും അക്കാഡമിക് തന്നെയാണ്, എന്നാലും ഒരു വിദ്യാലയമായിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ 1ാം ക്ലാസ് മുതലാണ്. അതുകൊണ്ടാണ് അതിന് തൊട്ട് മുന്നേ പ്രീ സ്കൂൾ എന്ന് നമ്മൾ വിളിക്കുന്ന വിദ്യാലയ പൂർവ്വഘട്ടമായിട്ട് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, താഴെ പറയുന്നവയിൽ വിദ്യാലയ പൂർവ്വഘട്ടമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതിനെ? അത് നമ്മുടെ ആദ്യകാല ബാല്യമാണെന്ന് ഓർത്തോളുക. ഇനി നമ്മുടെ കേറ്ററ്റ് പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 പോയിന്റ്സ് ആണ്. കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കാനും അതിൽ ആകൃഷ്ടരാവുകയും അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ 3 to 6 ഇയേഴ്സിലാണ്, ആദ്യ ബാല്യത്തിലാണ്. 3 മുതൽ 6 വയസ്സ് വരെ കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ്. ഇത് പഠിച്ചു വെച്ചോണം കേട്ടോ, ഇത് പഠിച്ചു വെച്ചോണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇതാണ് ടോയ് ഏജ്, കളിപ്പാട്ടങ്ങളുടെ കാലം. കാരണം നമുക്കറിയാലോ 3 വയസ്സിന് മുന്നേ കളിപ്പാട്ടം കളിക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കളിക്കും. പക്ഷേ ആ കളിപ്പാട്ടങ്ങളോടൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത്രയ്ക്കേ ഉള്ളൂ. ചിലപ്പോൾ ചില പാവകളായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആകുന്ന കുട്ടികളുണ്ട്. ബട്ട് സ്റ്റിൽ അവർ കൂടുതൽ കളിപ്പാട്ടങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് 3 to 6 ഇയേഴ്സിലാണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത നോക്കിക്കോണേ, സംഘബന്ധ പൂർവ്വകാലം എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നു. സംഘബന്ധ പൂർവ്വകാലം അല്ലെങ്കിൽ പ്രീ ഗ്യാങ് ഏജ്. കുട്ടികളെ ഗ്യാങ് ഏജിന് തൊട്ടു മുന്നേ ഉള്ള കാലഘട്ടമായതുകൊണ്ടാണ് ഇതിനെ പ്രീ ഗ്യാങ് ഏജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഗ്യാങ് ഏജ് ഏതായിരിക്കും? ഗ്യാങ് ഏജ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പിൽക്കാല ബാല്യമായിരിക്കും. ചിലരിപ്പോൾ വിചാരിക്കുന്നുണ്ടോ സാറേ ഗ്യാങ് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൗമാര കാലഘട്ടമല്ലേ എന്ന്? അല്ല, ഗ്യാങ് ഏജ് എന്ന് പറയുന്നത് കൗമാര കാലഘട്ടമല്ല, അത് പിൽക്കാല ബാല്യം എന്ന് പറയുന്ന സ്റ്റേജാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ പിൽക്കാല ബാല്യത്തിന് മുന്നേ ഉള്ള ഘട്ടമായതുകൊണ്ട് ആദ്യകാല ബാല്യത്തെ നമ്മൾ പ്രീ ഗ്യാങ് ഏജ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സംഘബന്ധ പൂർവ്വകാലം എന്നും വിളിക്കുന്നു. അനുസരണക്കേട് കാട്ടുന്നു, പിടിവാശിയും ശാഠ്യവും പ്രകടിപ്പിക്കുന്നു. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അല്ലേ? മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടി പിടിവാശി, ശാഠ്യം കാണിക്കുന്നു. ഇതെല്ലാം കുട്ടിയുടെ ഒരു സ്വഭാവമായിട്ട് മാറുകയാണ്. 3 വയസ്സ് വരെ നമ്മുടെ വളരെ സ്വീറ്റ് ഹാർട്ടായിട്ടിരുന്ന കുട്ടി ഇപ്പോൾ നോക്കൂ, നമ്മൾ പറയുന്നതിനെല്ലാം എതിർക്കാൻ തുടങ്ങി, തറുതല പറയാൻ തുടങ്ങി. നമുക്ക് പറയുന്നതിനൊരു വിലയില്ലാതെ പതുക്കെ തുടങ്ങുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രവണത കാണിച്ചു തുടങ്ങുകയാണ്. അല്ലാതെ ഒരു കൗമാരക്കാരെ പോലെ പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചെറിയ തോതിലൊക്കെ നമ്മളുമായിട്ട് ഡിസഗ്രിമെന്റ് കാണിച്ചു തുടങ്ങുന്നു, അനുസരണക്കേട് കാണിച്ച് തുടങ്ങുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രവണത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് ആദ്യകാല ബാല്യത്തിലാണ്. അപ്പൊ ആ പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. 3 മുതൽ 6 വയസ്സ് വരെ വിദ്യാലയ പൂർവ്വഘട്ടം പ്രീ സ്കൂൾ ഏജ്, കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ്, സംഘബന്ധ പൂർവ്വകാലം പ്രീ ഗ്യാങ് ഏജ്, അനുസരണക്കേട് കാട്ടി തുടങ്ങുന്നു, പിടിവാശിയും മറ്റും പ്രകടിപ്പിക്കുന്നു. അതൊരു വലിയൊരു പോയിന്റ് ആയിട്ടൊന്നും എടുക്കണ്ട, നിങ്ങളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് മാത്രമാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ യൂഷ്വൽ പരിപാടി, ഓരോ കാലഘട്ടത്തിലെ വികസനം എങ്ങനെയാണ്, നമ്മൾ വികസന ഘട്ടങ്ങളല്ലേ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് നമ്മൾ കാണേണ്ടത്. കാരണം നമുക്ക് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, കായിക ചാലക വികസനം. അതായത് ഒരു ബാല്യകാലത്തിൽ എങ്ങനെയാണ് ശരീരം വളരുന്നത്, ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ശക്തവും വൈവിധ്യമുള്ളതുമായ പ്രവർത്തനങ്ങളുടെ കാലഘട്ടമാണ് ഈ ആദി ബാല്യം എന്ന് പറയുന്നത്. കാരണം ഒരു 3 വയസ്സ് വരെ ഒരു കുട്ടിയുടെ ശരീരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ്. ഓക്കെ, ഈ 3 വയസ്സിൽ നിന്നുള്ള ട്രാൻസിഷൻ തുടങ്ങുമ്പോഴത്തേക്കും കുട്ടിയുടെ ശരീരം കുറച്ചും കൂടെ സ്റ്റിഫ് ആകാൻ തുടങ്ങും. മസിൽ ഡെവലപ്മെന്റ്സ് അത്യാവശ്യം പതുക്കെ തുടങ്ങി വരികയാണ്. വലിയ 6 പാക്ക് ഒക്കെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയ തോതിലൊക്കെ ശരീരത്തിലെ പേശികൾ ദൃഢമായി തുടങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പേശികൾ ദൃഢമാകുമ്പോഴത്തേക്കും ഇവർക്ക് വല്ലാത്തൊരു എനർജി, ഈ എനർജി എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് റിലീസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകാനും, ഫിസിക്കലി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകാനും ഒക്കെ ഈ കുട്ടി ശ്രമിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഈ ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ശക്തവും വൈവിധ്യവുമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ മസിൽസ് ഒക്കെ വളരെയധികം സ്ട്രെങ്തൻഡ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട്
ശക്തി പ്രയോഗിക്കേണ്ടതും നീണ്ടു നിൽക്കുന്നതുമായ കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുട്ടിയെ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഒരു കുട്ടിയുടെ അടുത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ അവനോ അവളോ ജന്മത്തിൽ അത് കേൾക്കില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ മാതാപിതാക്കളെ, അച്ഛന്മാരെ, അമ്മമാരെ? നിങ്ങൾക്ക് അതുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും കുട്ടി മോശമായത് കൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചു കളയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടിയുടെ പേശിയുടെ വികസനം എന്ന് പറയുന്നത് കാരണം കുട്ടിക്ക് ഈ എനർജി മുഴുവൻ എവിടെയെങ്കിലും റിലീസ് ചെയ്യണം. അത് വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള മസിൽ ഉപയോഗിക്കേണ്ടുന്ന കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങുകയാണ്. ആ സമയത്ത് അവൻ്റെ അടുത്ത് ഒരു മൂലയിൽ ചെന്നിരിക്കാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂ? ഇല്ല. അതുകൊണ്ട് കുട്ടിക്ക് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിൽക്കാനാണ് താല്പര്യം. ഇപ്പോൾ ഇഴയുക, എറിയുക, നടക്കുക, ഓടുക, ചാടുക, ചവിട്ടുക തുടങ്ങിയ പ്രക്രിയകളെല്ലാം കുട്ടി ചെയ്യുകയാണ്. ഇല്ലേ? കുട്ടിയുടെ ചവിട്ട് കൊള്ളാത്ത മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? കുട്ടിയുടെ ഏറ് കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടോ? കുട്ടിയുടെ പുറകെ ഓടാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ? ആദ്യ ബാല്യം, 3 to 6 years എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളിതെല്ലാം അനുഭവിക്കാൻ വിധിയുള്ള മാതാപിതാക്കളായിട്ട് മാറുകയാണ്. അത് നമ്മുടെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമല്ല. അവരുടെ വികസനം എന്ന് പറയുന്നത് അത്തരത്തിലാണ്. പ്രത്യേകിച്ചും അവരുടെ കായിക ചാലക വികസനം അത്തരത്തിലാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ മറ്റ് പോർഷൻ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേ അല്ല ഞാൻ ഈ ഏരിയ എടുക്കുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ ഒരു കഥ പോലെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഓക്കെ. അല്ലാതെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്സിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുറെ കൂടെ എക്സ്പ്ലനേഷൻസിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്കറിയാലോ, ഇത് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്, നമുക്ക് കണ്ടു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ കായിക ചാലക വികസനം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി വൈകാരിക വികസനം എങ്ങനെയാണ് കുട്ടികളെ? അതായത് 3 മുതൽ 6 വയസ്സ് വരെ ആദ്യ ബാല്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ വൈകാരിക വികസനം എങ്ങനെയാണ്? വികാരങ്ങളുടെ പ്രകടനം കൂടുതൽ നിയന്ത്രിതമാകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമത്തിനെയൊക്കെ അടക്കി പിടിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനുള്ള അങ്ങനെയാണോ? അങ്ങനെയല്ല. 3 വയസ്സ് വരെ ഒരു കുട്ടി എന്തായിരുന്നു അവസ്ഥ? ഓർക്കാൻ പോലും വയ്യ അല്ലേ? ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, ഭയങ്കരമായിട്ട് കരയുന്നു, ഇതെല്ലാം കാണിക്കുന്ന ഒരു കുട്ടി പതുക്കെ പഠിക്കുകയാണ്. ചില സമയത്ത് നമ്മൾ കരഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് കുട്ടി പഠിക്കുകയാണ്, ഇല്ലേ? അപ്പൊ ചില സമയത്ത് കരഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, ചില സമയത്ത് നമ്മൾ വാശി കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് കുട്ടി വാസ്തവത്തിൽ തിരിച്ചറിയുകയാണ്. അതാണ് ഇവിടെ നിയന്ത്രണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കുട്ടിക്ക് പറ്റുന്നത് പോലെ, കുട്ടിക്ക് തോന്നുന്നത് പോലെ കരയാൻ സാധിക്കുമെങ്കിലും കുട്ടി കുറച്ചും കൂടെ ഈ സമയത്ത് കരഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടും, ഈ സമയത്ത് കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് കുട്ടി കുറെ കൂടെ കൺട്രോൾഡ് ആയിട്ട് വരികയാണ്. മാതാപിതാക്കളോടുള്ള ആശ്രയത്വം കുറച്ചൊക്കെ നിലനിൽക്കും. അതെന്താണ് ഈ കുറച്ചൊക്കെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ 3 വയസ്സ് വരെ നമ്മളുടെ അടുത്ത് നിന്നും മാറാത്ത കുട്ടി 3 മുതൽ 6 വയസ്സ് വരെ എത്തുമ്പോൾ അപ്പോഴും നമ്മുടെ കൂടെ തന്നെ, പക്ഷേ പതുക്കെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ട്. ഡിറ്റാച്ച്ഡ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം കുട്ടി അത്രയും നാൾ നമ്മളെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്ത കുട്ടി ഇപ്പൊ കുറെ കൂടെ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുകയാണ്. അപ്പൊ ഡിറ്റാച്ച്ഡ് എന്നൊരു വാക്കിന് ഒരു നെഗറ്റീവ് അർത്ഥമുണ്ട്. അങ്ങനെയല്ല, കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് കുറച്ചും കൂടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാവുന്ന ഒരു വാക്ക്. വികാരങ്ങൾ തീവ്ര വികാരങ്ങളായി രൂപപ്പെടുന്നു. ഫ്രണ്ട്സ്, ഈ തീവ്ര വികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കൗമാര കാലഘട്ടത്തിലെ തീവ്രമായ വികാരങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ല, അത് എക്സ്ട്രീം ഇമോഷൻസ് ആണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. തീവ്ര വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സെന്റിമെന്റ്സ്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമല്ല. എന്താണ് ഇവിടെ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ? സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വസ്തുവിനോടോ വ്യക്തിയോടോ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയോ വസ്തുവിനോ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യും. ഇതാണ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്, ഇല്ലേ? ചില ആൾക്കാർക്ക് ആദ്യം വാങ്ങിച്ച കാറിനോട് സെന്റിമെന്റ്സ് ഉണ്ടാകാം, ചില ആൾക്കാർക്ക് ആദ്യമായി വാങ്ങിയ വീടിനോട് സെന്റിമെന്റ്സ് ഉണ്ടാകാം, ഇല്ലേ? ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടുകാരോട് സെന്റിമെന്റ്സ് ഉണ്ടാകാം. അപ്പോൾ മനുഷ്യരോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ വസ്തുക്കളോടോ നമ്മുടെ വികാരങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ സെന്റിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തീവ്ര വികാരങ്ങൾ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് രൂപപ്പെട്ടു തുടങ്ങുന്നത് നമ്മുടെ 3 മുതൽ 6 വയസ്സ് വരെ ആദ്യ ബാല്യത്തിലാണ്. ഏറ്റവും പ്രാഥമികമായ തീവ്ര വികാരം അഹത്തോട് തന്നെയാണ്. എന്താണ് ഈ അഹം?
അവനവനോട് തന്നെയാണ്. കുട്ടി ഇവിടെ ഭയങ്കരമായിട്ട് കുട്ടിയെ തന്നെ എന്ത് ചെയ്യുന്നു, സെൽഫ് ആയിട്ട് സെൻറ്റേർഡ് ആയിട്ട് മാറുകയാണ്. അതായത് എനിക്ക് വേണം, ഇതെല്ലാം എനിക്ക് വേണം, ഇതൊക്കെ എൻ്റെയാണ് എന്നൊക്കെ ഒരു തോന്നൽ കുട്ടി രൂപപ്പെടുകയാണ്. ആയതിനാൽ നാർസിസിസത്തിന്റെ ഘട്ടം, ആത്മരതിയുടെ ഘട്ടം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ആദി ബാല്യത്തെയാണ് കുട്ടികളെ. അത് നിങ്ങൾ ഓർത്തു വെച്ചോളുക. ആദി ബാല്യത്തെയാണ് നമ്മൾ നാർസിസത്തിന്റെ ഘട്ടം, ആത്മരതിയുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ സെൽഫിഷ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഒരു പാവയിൽ മറ്റേതെങ്കിലും ഒരു കുട്ടി വന്ന് തൊട്ടാൽ അന്ന് അവന്റെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കുമെന്ന് നമുക്കറിയാം, ഇല്ലേ? അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ടാണ്? അപ്പൊ എൻ്റെ കുട്ടി നശിച്ചു പോയേ, എൻ്റെ കുട്ടിക്ക് ഷെയറിങ് എന്ന് പറയുന്ന ഒരു ഗുണമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് കുട്ടിയുടെ കുഴപ്പമല്ല, കുട്ടിയുടെ പ്രായം അങ്ങനെയാണ്. നാർസിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനാണ് വലിയ ആള്, എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, എപ്പോഴും എന്നെക്കുറിച്ച് കൺസേൺഡ് ആകുന്നു. ഇതാണ് നാർസിസിസം, ആത്മരതി, സെൽഫ് ലവ്, സെൽഫിഷ്നെസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇതിൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുന്നത് ആദി ബാല്യമാണ്. ഇത് കേറ്ററ്റ് പരീക്ഷ പോലെയുള്ള എക്സാംസിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മുടെ പരീക്ഷയിലേക്കും ഇതിനും കടന്നു വരാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടി, നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് അല്ലേ, അപ്പൊ അത്തരത്തിലെ ചില സ്റ്റേജസ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന 2 ടേംസ് ഉണ്ട്, ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വാക്ക് അല്ലെങ്കിൽ ആ ടേം എന്ന് പറയുന്നത്? കൂട്ടില്ല, ഈഡിപ്പസ് കോംപ്ലക്സിനെ നമുക്ക് മാതൃകാമന എന്ന് മലയാളത്തിൽ വിളിക്കാം. മാതൃകാമന 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു ആസക്തിയെയാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെങ്കിൽ മാതൃകാമന എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇലക്ട്ര കോംപ്ലക്സോ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടിക്ക് പിതാവിനോട് തോന്നുന്ന ഒരാസക്തിയാണ്. പിതൃകാമന എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പിതൃകാമന ഇംഗ്ലീഷ് വാക്കൊക്കെ നമുക്കറിയാം, മലയാള വാക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാത്ത ആൾക്കാർ ഇത് പഠിച്ചുകൊള്ളുക. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണും. പക്ഷെ ഇവിടെ നിങ്ങൾ ഓർക്കുക, ഇങ്ങനത്തെ ഈ പറയുന്ന ചിന്താരീതികളൊക്കെ വരുന്നത് ഈ ആദി ബാല്യത്തിലാണ്. ഓക്കെ. അപ്പൊ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഓപ്പോസിറ്റ് സെക്സിലെ പേരന്റിനോട് ഒരു അട്രാക്ഷൻ, ഒരു ആസക്തി ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നതാണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ നോക്കൂ, വികാരങ്ങളെ ചെറുതായിട്ടൊക്കെ നിയന്ത്രിച്ചു തുടങ്ങുന്നു, മാതാപിതാക്കളുമായിട്ടൊക്കെ ആശ്രയത്വമുണ്ട്, സെന്റിമെന്റ്സ്, തീവ്ര വികാരങ്ങൾ രൂപപ്പെടുന്നു, സ്വന്തം അഹത്തോട് തന്നെയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്, നാർസിസിസത്തിന്റെ ഘട്ടം, ആത്മരതിയുടെ ഘട്ടം, ഇതെല്ലാം ആദിബാല്യമാണ്. മാതൃകാമന, പിതൃകാമന അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ആദി ബാല്യത്തിലാണ് വരുന്നത്. ഇനി ആദി ബാല്യത്തിലെ ബൗദ്ധിക വികസനം എങ്ങനെയാണ് കുട്ടികളെ? ബൗദ്ധിക വികസനം പറയല്ലോ 3 to 6 years എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ അറിവ് ആർജിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒട്ടേറെ വിജ്ഞാനം ആർജിക്കുന്നു, അങ്ങേയറ്റം ഭാവനാശാലി. ആ യഥാർത്ഥ ഭാവനയുടെ കാലം, ഫാന്റസീസ് തുടങ്ങുകയാണ്. 3 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയെ നമുക്കിപ്പോൾ പ്രേതം വരും, ഭൂതം വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കിടുകിടാ വിറയ്ക്കും. കാരണം കുട്ടി യഥാർത്ഥമല്ലാത്ത പല കാര്യത്തിനെ കുറിച്ചും കുട്ടി കൺസേൺഡ് ആയി തുടങ്ങുകയാണ്, ഇല്ലേ? 1 വയസ്സായ ഒരു കുട്ടിയെടുത്ത് പറയാണ് ഭൂതം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും, അല്ലേ? ഏത് ഭൂതം, എന്താണ് ഭൂതം, ഒരു പിടിയില്ല, അല്ലേ? നമുക്ക് ഒരു കുട്ടിയെടുത്ത് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല. ഒരു 3-4 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയെടുത്ത് പറയാണ് മര്യാദ ഇരുന്നില്ലെങ്കിൽ ഭൂതം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അയ്യോ എന്ന് പറഞ്ഞ് വിറയ്ക്കാൻ തുടങ്ങും. കാരണം ഈ കാലഘട്ടത്തിലാണ് കുട്ടിക്ക് ഫാന്റസീസ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വരുന്നത്. കുട്ടി അതായത് യഥാർത്ഥമല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും കുട്ടി കൺസേൺഡ് ആയി തുടങ്ങുകയാണ് ഈ ആദി ബാല്യത്തിൽ. അടുത്ത നോക്കൂ, അനുകരണങ്ങളുടെ കാലം. ഈ പ്രായത്തിലെ കുട്ടികളുള്ള മാതാപിതാക്കളെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറയുകയാണ്, കുട്ടിയുടെ മുമ്പിൽ കിടന്ന് അനാവശ്യമായ പദപ്രയോഗങ്ങളൊന്നും നടത്താൻ നിൽക്കരുത്. കാരണം ഈ കുട്ടി നാളെ ഒരു കുടുംബ സദസ്സിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ പോലും അറിയാതെ എല്ലാവരുടെ ഫ്രണ്ടിൽ നിങ്ങൾ ഉപയോഗിച്ച് ആ പദം എടുത്തിട്ട് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. നാണം കെടണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളുക. അതുപോലെ നിങ്ങൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പ്രവർത്തികൾ വളരെ വയലന്റ് സ്വഭാവമുള്ള പേരൻസ് ആണോ, കുട്ടി അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന പേരൻസ് ആണോ, കുട്ടി അക്രമാസക്തനാവാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഇമിറ്റേഷൻ കപ്പാസിറ്റി ഉള്ളൊരു കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയെ
സ്കൂളിലൊക്കെ നമ്മൾ ഡാൻസിന് വേണ്ടി പറഞ്ഞു വിടാറുണ്ട് അല്ലേ? ഈ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ പോലുള്ള മുതുക്കന്മാരെ ഡാൻസ് പഠിപ്പിക്കാൻ വലിയ പാടാണ് കുട്ടികളെ. അതായത് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. 3 മുതൽ 6 വയസ്സ് വരെ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുട്ടി ഭയങ്കര അടിപൊളി ഡാൻസറായിട്ടൊന്നുമല്ല, പക്ഷേ സ്റ്റെപ്പ് തെറ്റിയാലും തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയെ ഇങ്ങനെ നോക്കുന്നു. ആ കുട്ടി ചെയ്യുന്ന സ്റ്റെപ്പ് ഉടനടി തന്നെ ഈ കുട്ടി ചെയ്യുകയാണ്. അപ്പൊ നോക്ക്, ഇത് ഇത്രയും ക്യാച്ചിങ് പവർ ഈ കുട്ടിക്കുണ്ട്. ഇമിറ്റേഷന്റെ കാലഘട്ടമാണ്. ഭയങ്കരമായിട്ടൊരു ഗ്രാസ്പിംഗ് പവർ കുട്ടിക്കുണ്ട്. കുട്ടി ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. കേൾക്കുന്ന പാട്ടുകൾ പാടാൻ തുടങ്ങും. പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, വാക്കുകൾ തിരിച്ചു ചൊല്ലാൻ തുടങ്ങും. ഇതെല്ലാം കുട്ടിയുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇത്രയുമാണ് ബൗദ്ധികപരമായിട്ടുള്ള ആദ്യ ബാല്യത്തിലെ വികസനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, സാമൂഹിക വികസനം എങ്ങനെയാണ് കുട്ടികളെ? സോഷ്യൽ ഡെവലപ്മെന്റ്. 3 വയസ്സ് വരെ ഞാൻ പറഞ്ഞല്ലോ, അമ്മ, അച്ഛൻ, വീട്ടുകാർ. ഇനി 3 മുതൽ 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്കറിയാലോ, ഒരു കുട്ടി പതുക്കെ പതുക്കെ വീടിന്റെ ചുറ്റും കിടന്ന് ഓടാൻ തുടങ്ങുന്നു. ചുറ്റും കിടന്ന് ഓടുമ്പോഴത്തേക്ക് മറ്റ് അയൽപക്കത്തെ വീട്ടുകാരെ കാണുന്നു, അവിടുത്തെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണുന്നു. അപ്പൊ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 3 to 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് സാമൂഹിക വികസനം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിൽ എന്താണ് നമുക്ക് കാണേണ്ടത്. സാമൂഹിക വ്യവഹാര മേഖല കുടുംബം ആയിരിക്കും. ഇപ്പോഴും കുടുംബത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും കുടുംബത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവന്റെ റഡാർ അവൻ ഓണാക്കി കഴിഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ പതുക്കെ പതുക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അയൽപക്കത്തെയും കുടുംബത്തിലെയും അന്തരീക്ഷം വിഭിന്നമാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. കുട്ടി നോക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥയല്ല മറ്റ് അയൽപക്കത്തെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ എന്നും ബഹളമാണ്, അയൽപക്കത്തൊക്കെ എന്താ സന്തോഷം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര നല്ലൊരു വീട്ടുകാരാണുള്ളത്, അയൽപക്കത്താണെങ്കിൽ എന്നും ബഹളമാണ്. അപ്പൊ എൻ്റെ വീടും അയൽപക്കത്തെ വീടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. ഇത് പിൽക്കാലത്ത് വിദ്യാലയങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. കളിക്കൂട്ടുകാരെ സമ്പാദിക്കാൻ തുടങ്ങുന്നു. എൻ്റെ വീട് പോലെ തന്നെയാണ് എല്ലാ വീടുമെന്നും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി സ്കൂളിൽ പോയുള്ള അവസ്ഥ എന്താ? എൻ്റെ വീട്ടിലുള്ളതുപോലെ സ്കൂളിലും ഉണ്ടാകുമെന്ന് വിചാരിക്കും. നടക്കുന്ന കാര്യമാണോ അത്? അല്ല. അപ്പൊ കുട്ടി ഈ ആദ്യ ബാല്യത്തിൽ പഠിക്കുകയാണ്, എൻ്റെ വീട് പോലെയല്ല അപ്പുറത്തെ വീട്. ഇതേ ഒരു രീതി അല്ല വേറൊരു സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ അവിടെ ഉണ്ടാവണമെന്നില്ല എന്ന സത്യം കുട്ടി മനസ്സിലാക്കുകയാണ്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. ഇതൊക്കെ വളരെ ഈ 3 വയസ്സ് തൊട്ടുള്ള ഈ ട്രാൻസിഷൻ പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കുട്ടി മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടി വീടിന്റെ ചുറ്റുമൊക്കെ കിടന്ന് ഓടുമ്പോൾ അപ്പുറത്തെ കുട്ടികളുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരികയും കളിക്കൂട്ടുകാരെ പതുക്കെ പതുക്കെ സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോഴൊരു ഗ്യാങ് ഒന്നും ഫോം ചെയ്തിട്ടില്ല, പ്രീ ഗ്യാങ് ഏജ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദിബാല്യം, ബൗദ്ധിക വികസനം, ഒട്ടേറെ വിജ്ഞാനം ആർജിക്കുകയാണ്, അങ്ങേയറ്റം ഭാവനാശാലി, ആ യഥാർത്ഥ ഭാവനയുടെ കാലമാണ്, അനുകരണങ്ങളുടെ കാലമാണ്. സാമൂഹിക വികസനം നമുക്കറിയാം, കുടുംബമാണ് സമൂഹം. പക്ഷേ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ കളിക്കൂട്ടുകാരെയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുന്നു. മറ്റ് വീടുകളൊക്കെ വ്യത്യസ്തമാണെന്ന് കുട്ടി മനസ്സിലാക്കാനും തുടങ്ങുന്നു. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇനി ഭാഷാ വികസനം നോക്കിയേ നിങ്ങൾ. പദാവലി പെട്ടെന്ന് വികസിക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ, സൂക്ഷിക്കണം. 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ നമ്മളെ നോക്കത്ത് പോലുമില്ല, ഇവർ അവിടെ എവിടെയെങ്കിലും നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ പദപ്രയോഗങ്ങൾ നടത്തിയാൽ കുട്ടി ഇത് കൃത്യമായിട്ട് പിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെ വെറുതെ അവിടെ ഇരിക്കുകയല്ല. നിങ്ങൾ അവരെ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. കുട്ടി ഈ വാക്ക് പിക്ക് ചെയ്യും. ഇത് അപ്രതീക്ഷിതമായ വല്ല സന്ദർഭത്തിലും കുട്ടി ഈ വാക്ക് പറയും. അപ്പോൾ വീട്ടിൽ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കണം എന്ന് പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ കുട്ടി അത് ഇമിറ്റേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി വാചകങ്ങൾ, വാക്യങ്ങൾ നിർമ്മിക്കുന്നു. ഇല്ല, ഈ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെയൊക്കെ ഒരു പ്രവണത നമുക്കറിയാമല്ലോ. 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്തൊക്കെയോ സംസാരിക്കുന്നു, നല്ല രീതിയിലൊക്കെ സംസാരിക്കും, പക്ഷെ ചിലപ്പോൾ വ്യക്തമല്ല പല കാര്യങ്ങളും അല്ലെ. പിന്നെ അത് ആ ഒരു 3 വയസ്സ് 4 വയസ്സിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും പല വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്, സെന്റൻസുകളൊക്കെ നല്ലതുപോലെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതെല്ലാം ഡെവലപ്പ് ആകുന്ന ഒരു കാലഘട്ടമാണ് ആദി ബാല്യം അല്ലെങ്കിൽ 3 മുതൽ 6 വയസ്സ് വരെ. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ആദി ബാല്യം എന്ന് പറയുന്ന ഒരു സംഗതിയും നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പിൽക്കാല ബാല്യവും കൗമാരവും കൂടെ മാത്രമേ ഉള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു. കൂട്ടത്തിലെ പിൽക്കാല ബാല്യം നിങ്ങൾ നോക്കണേ, 6 മുതൽ 12 വയസ്സ് വരെ. ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ചില പുസ്തകങ്ങളിലൊക്കെ
മധ്യകാല ബാല്യം എന്ന് പറയുന്ന ഒരു സ്റ്റേജും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ അത് 6 to 9 ഇയേഴ്സും പിൽക്കാല ബാല്യം 9 to 12 ഇയേഴ്സുമായിട്ടാണ് ചില ബുക്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ മധ്യകാല ബാല്യം എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് പിൽക്കാല ബാല്യത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല ബുക്സിലും രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് 6 to 12 ഇയേഴ്സ് പിൽക്കാല ബാല്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷനിൽ ഇത് രണ്ടും പൊതുവെ അങ്ങനെ വരാറില്ല. അല്ലെങ്കിൽ മധ്യകാല ബാല്യത്തെക്കുറിച്ച് മെൻഷനിങ് ഉണ്ടെങ്കിൽ ചോദ്യത്തിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ മധ്യകാല ബാല്യം എന്ന് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ചോദ്യം ഇട്ടിരിക്കുന്ന ആൾ മധ്യകാല ബാല്യം എന്ന പുസ്തകമാണ് റെഫർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബുക്സ് ആണ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധ്യകാല ബാല്യം 6 to 9ഉം പിൽക്കാല ബാല്യം 9 to 12ഉമായിട്ട് എടുക്കണം. അത് ചോദ്യം ഏതാണ്, എങ്ങനെയാണ് വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ സെലക്ട് ചെയ്യണം. നോക്കൂ, പിൽക്കാല ബാല്യത്തിന്റെ പ്രത്യേകത എന്താ? പ്രാഥമിക വിദ്യാലയ ഘട്ടം അല്ലേ? 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുന്നു, പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങുകയാണ്, പ്രാഥമിക വിദ്യാലയ ഘട്ടമാണ് അല്ലേ? സംഘബന്ധങ്ങളുടെ കാലം, ഗ്യാങ് ഏജ്. ഇത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. സാറേ, ഗ്യാങ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടമായിട്ട് നടക്കുന്നത് വാസ്തവത്തിൽ കൗമാര കാലഘട്ടത്തിലല്ലേ എന്ന്. കുട്ടികളെ, നിങ്ങൾ തന്നെ ആലോചിക്കുക, കൗമാരത്തിലാണോ? കൗമാരത്തിൽ മാത്രമാണ് നമ്മൾ ഗ്യാങ് ആയിട്ട് നടക്കുന്നത്? അല്ല, നമ്മൾ അതിനേക്കാൾ മുന്നേ തന്നെ ഗ്യാങ് ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മളത് ഗ്യാങ് ആയിട്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മൾ കൗമാര പ്രായത്തിന് മുന്നേ തന്നെ നമ്മൾ ഗ്യാങ് ഫോം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കൗമാരത്തിലെ ഗ്യാങ്ങും ഇപ്പോഴത്തെ ഗ്യാങ്ങും പിൽക്കാല ബാല്യത്തിലെ ഗ്യാങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും സംഘങ്ങൾ നമ്മൾ അതിന് മുന്നേ തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സംഘബന്ധങ്ങളുടെ കാലഘട്ടം, ഗ്യാങ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിൽക്കാല ബാല്യമാണ്. ഇത് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോണം. പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നുള്ളത് പഠിച്ചു വെച്ചോണം. പ്രൈമറി എഡ്യൂക്കേഷൻ പീരിയഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ കാലഘട്ടത്തെയാണ്. ഇനി ഈ 6 മുതൽ അല്ലെങ്കിൽ നമ്മുടെ 12 വയസ്സ് വരെയുള്ള ഈ പിൽക്കാല ബാല്യമുണ്ടല്ലോ, ഇവിടെ മുഖ്യ പരിഗണന എന്ന് പറയുന്നത് സമവയസ്കരിൽ നിന്നുള്ള സ്വീകരണവും അവരുടെ സംഘത്തിലെ അംഗത്വവുമാണ്. 6 മുതൽ 12 വയസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ആളാവുക. അതായത് പരസ്പരം ഇരുന്ന് സംസാരിക്കും അല്ലേ? അപ്പൊ എൻ്റെ വീട്ടിൽ അതുണ്ട്, എൻ്റെ വീട്ടിൽ ഇതുണ്ട്, എൻ്റെ വീട്ടിൽ ബസ്സുണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്. വീട്ടിലൊന്നും കാണത്തില്ല, പക്ഷെ ഇതൊക്കെ പറഞ്ഞാലേ ഈ ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? ഈ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഗ്രൂപ്പിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ വല്ലാത്തൊരു മാനസിക വിഷമത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് വലിയ മറ്റ് ഇഷ്യൂസിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടമാണ്. ഇവിടെ പ്രധാന പരിഗണന എന്താണ്? എല്ലാവരിൽ നിന്നുള്ള സ്വീകരണമല്ല, സമവയസ്കരിൽ നിന്നുള്ളതാണ്. ഇവിടുത്തെ ഗ്യാങ്ങിന്റെ പ്രത്യേകതയാണ് സമവയസ്സായിരിക്കും. കാരണം 12 വയസ്സിന് മുന്നേ നമ്മുടെ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ അതേ പ്രായത്തിൽ, ഈവൻ നമ്മൾ അതേ ജെൻഡർ അല്ലെങ്കിൽ സെക്സിലുള്ള കുട്ടികളാണ്. ആൺകുട്ടികൾ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ടേ ഗ്യാങ് ഫോം ചെയ്യുള്ളൂ. കൗമാരത്തിൽ നേരെ തിരിഞ്ഞു വരും കേട്ടോ. കൗമാരത്തിൽ പിന്നെ മുഴുവൻ സെയിം ഏജ് ആയിരിക്കില്ല, ആൺ പെൺ കമ്പൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും, അതെല്ലാം വ്യത്യാസമാണ്. പക്ഷേ പിൽക്കാല ബാല്യത്തിൽ അങ്ങനെയല്ല, പാവങ്ങളാണ്, സാധുക്കളാണ്, എൻ്റെ സെയിം ഏജ്, എൻ്റെ അതേ രീതിയിലുള്ള ആൾക്കാർ, ഇത് മതി എൻ്റെ ഗ്യാങ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിൽക്കാല ബാല്യം 6 മുതൽ 12 വയസ്സ് വരെ, പ്രാഥമിക വിദ്യാലയ ഘട്ടം, സംഘബന്ധങ്ങളുടെ കാലം, സമവയസ്കരിൽ നിന്നുള്ള സ്വീകരണവും പരിഗണനയുമാണ് മുഖ്യ താല്പര്യം എന്നുള്ളത് ഓർത്തോളുക. അടുത്തത് കുട്ടികളെ, ഈ കാലഘട്ടത്തിനെയാണ് നമ്മൾ പൊരുത്തപ്പെടലിന്റെ കാലം അല്ലെങ്കിൽ ഏജ് ഓഫ് കൺഫോമിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് നല്ലൊരു ചോദ്യമാണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഏത്? നമ്മുടെ ഈ പിൽക്കാല ബാല്യം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. പൊരുത്തപ്പെടലിന്റെ കാലം ആരുമായിട്ടാണ് കുട്ടികളെ ഈ കുട്ടികൾ പൊരുത്തപ്പെടേണ്ടത്? ആ ഗ്യാങ്ങുമായിട്ടാണ്. ഒരു ഗ്യാങ്ങിൻ്റെ അകത്ത് നിൽക്കുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വീട്ടിൽ ആനയുണ്ട് ചേനയുണ്ടെന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന റീസൺ എന്താണ്? ഇതൊന്നും ഇല്ലെങ്കിലും കുട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞാലേ ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നാണക്കേടാണ്, ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് എന്നൊരു തോന്നൽ വരും ഇല്ലേ? എനിക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പ്രായത്തിൽ നമ്മൾ ഇതുവല്ലം ചെയ്യൂ, എനിക്കൊന്നുമില്ല, ശരി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നല്ലേ നമ്മൾ പറയുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ അവർ നാണക്കേട് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല, അവര് ഈ ഗ്രൂപ്പുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഏറ്റവും നല്ല കുട്ടി പോലും മോശമായി പെരുമാറി തുടങ്ങുന്നു. 3 മുതൽ 6 വയസ്സ് വരെ ശാഠ്യവും അനുസരണക്കേടും ഒക്കെ കാണിക്കുന്നു ഞാൻ പറഞ്ഞു. എന്നാൽ
ഗ്യാങ്ങിന്റെ പിടിയിലോട്ടാകുമ്പോഴേക്കും പിന്നെ കുട്ടികളുടെ ഇടയിൽ ഉള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. സോ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറാനുള്ള സാധ്യത ഈ പ്രായം തൊട്ട് ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും മോശമാണെന്നല്ല കേട്ടോ. അതിന് മുന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കുട്ടി ഇച്ചിരി കൂടെ മോശമായി തുടങ്ങുന്ന ഒരു സമയമാണ്. ആയതിനാൽ ശരിയായ മാർഗദർശനം അനിവാര്യമാണ്. കുട്ടികളെ, ഇതൊരു നല്ലൊരു ചോദ്യമാണ്. ഏത് പ്രായത്തിലാണ് നമ്മൾ കുട്ടികളെ ഗൈഡൻസ് കൊടുക്കേണ്ടത്, മാർഗദർശനം കൊടുക്കേണ്ടത് ഏത് കാലഘട്ടത്തിലാണ്? അത് നമ്മൾ 6 മുതൽ 12 വയസ്സ് വരെയുള്ള പിൽക്കാല ബാല്യത്തിലാണ് കൊടുക്കേണ്ടത്. പലരും കൗമാരക്കാരെ വിളിച്ചു വരുത്തി ഉപദേശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല, വെള്ളത്തിൽ വരച്ച വര പോലെ അതങ്ങ് പോകത്തേ ഉള്ളൂ. കൂടുതലെ കൗമാര പ്രായക്കാരെ അല്ല ഉപദേശിക്കേണ്ടത്. അവർ പിൽക്കാല ബാല്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഗൈഡൻസ് കൊടുക്കണം. വീട്ടുകാരോടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കൗമാര കാലഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയ ശേഷം പിന്നെ അവരെ വിളിച്ചിരുത്തി ഉപദേശിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഇതുവഴി കേട്ട് ഇതുവഴി വിടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നല്ലൊരു ചോദ്യമാണ്. ഏത് പ്രായത്തിലാണ് ഒരു മനുഷ്യന് വ്യക്തമായ ഗൈഡൻസ് കൊടുത്താൽ അത് ഫലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മുതൽ 12 വയസ്സ് വരെയാണ്. കാരണം ഇവിടെ കുട്ടി പൂർണ്ണമായും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഗ്യാങ്ങിന്റെ കൂടെയാണ്, അനുസരണക്കേടൊക്കെ ഉണ്ട്, ഇതൊക്കെ ശരിയാണെങ്കിലും ഇവിടെ നമ്മൾ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേർവഴിക്ക് നയിച്ചാൽ നമുക്ക് ആ കുട്ടിയെ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ നമുക്ക് എവിടെ പോയിട്ട് കാര്യമില്ല. കൗമാരക്കാരായിട്ട് പിന്നെ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകും എന്നുള്ളത് ആലോചിക്കുക. ഫ്രോയിഡ് പരാമർശിച്ച നിലീന ഘട്ടം ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. കൂടുതൽ നിലീന ഘട്ടം എന്ന് പറഞ്ഞാൽ ലേറ്റൻസി സ്റ്റേജ് ആണ് കേട്ടോ. ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുമേ. ഇതൊക്കെ ഫ്രോയിഡിനെ പഠിക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണും. ഓൾറെഡി നിങ്ങൾ നേരത്തെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നു, ഇത് നമ്മൾ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിനെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ആ സൈക്കോ സെക്ഷുവൽ സ്റ്റേജസിനെ കുറിച്ചൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അതിലെ നിലീന ഘട്ടം എന്ന് പറയുന്ന സ്വന്തം ശരീരത്തോട് ഒരു സ്നേഹവും ഇല്ലാത്ത, അതായത് കൂട്ടുകാരുമായിട്ട് നടക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇത്. സ്വന്തം ശരീരത്തോട് പോലും ഒരു താല്പര്യമില്ല. ഇതാണ് പ്രധാനമായിട്ടും ഇവരുടെ പ്രത്യേകത. സോ പൊരുത്തപ്പെടലിന്റെ കാലം, ഏറ്റവും നല്ല കുട്ടി പോലും മോശമായി തുടങ്ങുന്നു. നല്ല മാർഗദർശനം അനിവാര്യമായിട്ടുള്ള സമയം, നിലീന ഘട്ടം എന്ന് പറയുന്ന ഘട്ടമൊക്കെ വരുന്നതും എല്ലാം ഈ പിൽക്കാല ബാല്യത്തിലാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഇവരുടെ കായിക ചാലക വികസനം നിങ്ങൾ നോക്കണേ. പ്രാഥമിക ദന്തങ്ങൾ പോയി സ്ഥിര ദന്തങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നൊരു ചോദ്യമൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിൽ കുറച്ച് ബയോളജിക്കൽ ആസ്പെക്റ്റുകളും കൂടെ വരുന്നുണ്ട്. നമ്മുടെ മിൽക്ക് ടീത്ത്, പാൽപ്പല്ലുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോയി നമ്മുടെ പെർമനന്റ് ടീത്ത് വരുന്ന ഒരു കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. നിങ്ങൾ ജോലിയിലൊക്കെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുടെ പല്ല് പറിക്കാനേ സമയം കാണത്തുള്ളൂ. എല്ലാ ദിവസവും ഓരോ കുട്ടി വന്നിട്ട് ടീച്ചറെ എൻ്റെ ഈ പല്ലിളകി, സാറേ എൻ്റെ ഈ പല്ലിളകി. നിങ്ങൾക്ക് അവസാനം പല്ലിളകാനേ നിങ്ങൾക്ക് അവസാനം സമയം കാണത്തുള്ളൂ. ഈ പ്രൈമറി സെക്ഷൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പോൾ അസ്ഥി ശക്തമാകുന്നു അല്ലെ. പിൽക്കാല ബാല്യമാകുമ്പോഴത്തേക്കും ബോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രെങ്തൻഡ് ആയിട്ട് വരുന്നു. ഇനി ഇവരുടെ വൈകാരിക വികസനം എങ്ങനെയാണ്? നമുക്കറിയാലോ, ഗ്യാങ്ങിന്റെ ഇടയിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? സാമൂഹിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കുട്ടി പഠിക്കുന്നു. നമുക്കറിയാം, ഇത് ഗ്യാങ് ഏജ് ആണ്. ഒരു ഗ്യാങ്ങിന്റെ അകത്ത് നിന്നാൽ മാത്രമേ ഒരു വികാരങ്ങൾ നിയന്ത്രിക്കാൻ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മറ്റേ അധോലോക ഗ്യാങ് എന്നൊന്ന് വിചാരിക്കല്ലേ. കുട്ടിയുടെ ഫ്രണ്ട് സർക്കിൾ എന്ന ഒരർത്ഥമാണ് ഈ ഗ്യാങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഗ്യാങ് ഏജിന്റെ അനിവാര്യത എന്താണ് ഫ്രണ്ട്സ്? ഈ ഗ്യാങ്ങിന്റെ അകത്ത് നിന്നാലേ എങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് കുട്ടി പഠിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒറ്റ മക്കളായിട്ട് ഒക്കെ വളരുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം സ്ട്രഗിൾ അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഈ ഒരു ഗ്യാങ്ങോ ഒരു ഗ്രൂപ്പോ സിബ്ലിങ്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്താണ് ഈ ഒറ്റ മക്കൾ വളർന്നു വരുന്നത് അല്ലേ. അപ്പോൾ പുറത്തു നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല എങ്കിൽ പോലും ഈ ഒരു സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും ഒറ്റ മക്കൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് പിന്നീട് വളരെയധികം കഷ്ടപ്പെട്ടൊക്കെയാണ് അത് പിന്നെ മാറ്റിയെടുക്കുന്നത്. അപ്പൊ അതുപോലെ ഗ്യാങ് വളരെ അത്യാവശ്യമാണ്. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗ്യാങ്ങിൽ പ്രവർത്തിക്കാൻ കൂടുതലും പുരുഷന്മാർക്ക് സാധിക്കുകയും സ്ത്രീകൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ആ പ്രശ്നം? നമുക്കറിയാലോ, സാധാരണ കുറച്ച് പുരുഷന്മാർ, ഇതിപ്പം സ്ത്രീ വിരുദ്ധതയാണെന്ന് നിങ്ങൾ പറഞ്ഞു കളയല്ലേ, ഇത് ഞാൻ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാരുടെ ഒരു ഗ്യാങ് ഉണ്ട്, സ്ത്രീകളുടെ ഒരു ഗ്യാങ് ഉണ്ട്.
ഉറപ്പായിരിക്കും ഈ സ്ത്രീകളുടെ ഗ്യാങ്ങിൻ്റെ ഇടയിലുള്ള വഴക്കെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും പുരുഷന്മാരുടെ ഗ്യാങ്ങിനേക്കാൾ. ഓക്കെ, ഇത് സ്ത്രീകളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, അല്ലാതെ നിങ്ങൾ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. സാധാരണ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളുടെ കുഴപ്പമല്ല. കാരണം സ്ത്രീകൾ വളർന്നു വരുമ്പോഴത്തേക്കും ഒരു 6 മുതൽ 12 വയസ്സെന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടുകാർ സ്ത്രീയെ ഒരു ഗ്യാങ് ആയിട്ട്, ഒരു കൂട്ടുകാരുടെ സെറ്റായിട്ട് എത്രത്തോളം പോകാൻ അനുവദിക്കും? അനുവദിക്കില്ല എന്ന് തന്നെയാണ് അല്ലേ. മകന്റെ അടുത്ത് പോയിട്ട് നീ പോയി കളിച്ചോ എന്ന് പറയും, മോളോട് പറയും നീ അവിടെ വീട്ടിരിക്കുമെന്ന് പറയും, ഇല്ലേ? ഇങ്ങനെയല്ലേ പൊതുവെ വീട്ടുകാർ, സാധാരണ ഒരു സ്റ്റേറ്റാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുരുഷൻ പുറത്തു പോയി കളിക്കുകയും കൂട്ടുകാരുമായിട്ട് ഇടപെടുകയും ചെയ്യും. ഗ്യാങ്ങിൽ നിൽക്കുമ്പോൾ അവൻ എന്തു പറയണം, എന്തു പറയണ്ട, ഇതൊക്കെ അവൻ പഠിക്കുകയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ. സ്ത്രീയെ സംബന്ധിച്ചോ ഗ്യാങ്ങിന്റെ ഇടയിൽ എങ്ങനെ പെരുമാറണമെന്ന് സ്ത്രീക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ത്രീയുടെ കുഴപ്പമാണോ? അല്ല, സ്ത്രീയെ അതിനെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ ഒക്കെ വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്യാങ് ഏജിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. സാങ്കല്പിക ചോദകങ്ങളെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കുന്നു. നമ്മൾ നേരത്തെ തുടങ്ങിയ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചുള്ള ഭയമുണ്ടല്ലോ, പ്രേതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കുകയാണ്. ബൗദ്ധിക വികസനം നോക്കൂ. എന്തുകൊണ്ടാണ് 6 വയസ്സ് റേഞ്ചിലൊക്കെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുട്ടിയുടെ ബൗദ്ധിക വികസനം വല്ലാതെ വർദ്ധിക്കുകയാണ്. ബുദ്ധി വികസിക്കുന്നു, ശ്രദ്ധ, യുക്തിചിന്തനം, ഗുണാത്മക ചിന്തനം, ക്വാളിറ്റേറ്റീവ് തിങ്കിങ് എന്ന് നമുക്ക് വിളിക്കാം, സ്മരണ, ഓർമ്മശക്തി എന്നിവയെല്ലാം ശക്തമാവുകയാണ്. കുട്ടിയുടെ ലോജിക്കൽ തിങ്കിങ്, യുക്തിചിന്തനം, ഓർമ്മശക്തി, അതുപോലെ തന്നെ ശ്രദ്ധ, അറ്റൻഷൻ, ഇതൊക്കെ വികസിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ പ്രായത്തിൽ കുട്ടികളെ സ്കൂളിൽ വിടുന്നത്, അല്ലേ? ഇതൊക്കെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 4ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 4 വയസ്സിൽ 1ാം ക്ലാസ് വിടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഡെവലപ്ഡ് അല്ല. ഇതൊക്കെ ഡെവലപ്പ് ആയാലല്ലേ നമുക്ക് സ്കൂളിൽ ആക്ച്വൽ നമ്മുടെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം കിട്ടിത്തുടങ്ങുന്ന കാലഘട്ടമാണ് ഏത്? നമ്മുടെ ഈ പിൽക്കാല ബാല്യം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോളുക കേട്ടോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ പിൽക്കാല ബാല്യത്തിന്റെ പ്രത്യേകതയാണ്. കായിക വികസനം എങ്ങനെ, വൈകാരിക വികസനം എങ്ങനെ, ബൗദ്ധിക വികസനം എങ്ങനെ എന്നും നിങ്ങൾ പഠിച്ചു. അടുത്ത നോക്കൂ, സാമൂഹിക വികസനം. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാങ്ങിൽ നിൽക്കുന്നത് കൊണ്ട് സഹകരണം, സംഘബോധം ഇതെല്ലാം വികസിക്കുകയാണ്. കുടുംബവുമായിട്ടുള്ള കെട്ടുപാട് ദുർബലമാകുന്നു. കാരണം ഗ്യാങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ, കുടുംബവുമായിട്ടുള്ള ബന്ധം പതുക്കെ പതുക്കെ ദുർബലമായി തുടങ്ങുകയാണ്. കളിയിടങ്ങളിൽ വെച്ച് സാമൂഹിക വികസനം നടക്കുന്നു. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇത്തരം ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ആൺകുട്ടി ഇതെല്ലാം പഠിക്കുകയും പെൺകുട്ടി പഠിക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ അത് പെണ്ണിന്റെ കുറ്റമായിട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മുൻപത്തെ തലമുറ ഇതൊക്കെ ആലോചിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ തലമുറ ഇതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇതാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. ഗ്യാങ് ഏജ് ആയതുകൊണ്ട് ഇതിന് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്കിനി ഒരു സ്റ്റേജും കൂടെ അല്ലേ ഉള്ളൂ, നമ്മുടെ അവസാനത്തെ സ്റ്റേജ് കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ്, 12 മുതൽ 19 വയസ്സ് വരെ. ഇത് നമുക്കങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതായത് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് 20-ന് ശേഷവും കൗമാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. കാരണം കുട്ടികൾ അത്ര ആ സമയത്തൊന്നും അങ്ങനെ വലിയൊരു പക്വതയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ ടീൻ എന്ന ഒരു കോൺസെപ്റ്റിൽ 12 മുതൽ 19 വരെ എന്ന് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ 19 ആവുമ്പോൾ കൃത്യം കൗമാരം തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സെക്കൻഡറി സ്കൂൾ ഘട്ടം, സിമ്പിൾ ചോദ്യമാണ് അല്ലെ. അഡോളസൻസ്, സെക്കൻഡറി സ്കൂൾ ഘട്ടം, ജീവിതത്തിലെ വസന്തം എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ കൗമാര കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും വസന്തമായിരുന്നോ? കുറേ പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ടെക്നിക്കലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ജോലിയൊന്നും ചെയ്യണ്ട അല്ലേ. മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ജോലിയൊന്നും ചെയ്യണ്ട, ആഹാരം കഴിക്കാൻ കിട്ടും, ഓക്കെ, നമുക്ക് സ്കൂളിൽ പോകണം, അതൊക്കെ ശരിയാണ്, കൂട്ടുകാരെ കാണാം, കൂട്ടുകാരെ വേണം, നമുക്ക് വേറെ മറ്റ് ടെൻഷൻസ് ഒന്നുമില്ല. ശരീരത്തിന്റെ ചേഞ്ചസോ ഹോർമോണൽ ചേഞ്ചസോ അതൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നിർത്തിയാൽ അല്ലാതെ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ജീവിതത്തിലെ വസന്തം എന്ന് വിളിച്ചത് വെറുതെ അല്ല. ഇനി കൗമാരത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട ആൾക്കാർ ചില കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് കൗമാരം ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലഘട്ടമാണ്, അതായത് പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് എന്ന് സ്റ്റാൻലി ഹോൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻലി ഹോൾ തന്നെ പറഞ്ഞിരിക്കുന്നു ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലഘട്ടം, പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. ശ്രദ്ധിച്ചോണേ, 2 സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റാൻലി ഹോൾ കൗമാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പീരിയഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ്. മലയാളത്തിൽ
ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലം, ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലം. ഇത് രണ്ടും കൗമാരത്തെക്കുറിച്ച് ആര് പറഞ്ഞതാണ്? സ്റ്റാൻലി ഹോൾ പറഞ്ഞതാണ്. ഇത് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരുന്ന ഒരു പോയിന്റാണ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പൊ ഈ പോയിന്റ് ഒക്കെ നിങ്ങൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന പോയിന്റ് ആണ്. ഇന്നേവരെ ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടോളുക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും, ഒരു സ്റ്റേറ്റ്മെന്റിലെ രണ്ട് സ്റ്റേറ്റ്മെന്റും സ്റ്റാൻലി ഹോൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൗമാരത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അടുത്തത് നോക്കിക്കോണേ. ഒരു കൗമാരഘട്ടം എന്ന് പറഞ്ഞാൽ കുട്ടിയാണോ മുതിർന്ന ആളാണോ നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയുമല്ല മുതിർന്ന ആളും ആയിട്ടില്ല, അല്ലെ? സോ ആ കുട്ടിത്വത്തിൽ നിന്നും മുതിർന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പരിവർത്തനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നു പരിവർത്തനത്തിന്റെ കാലം, പീരീഡ് ഓഫ് ട്രാൻസിഷൻ. പരിവർത്തനത്തിന്റെ കാലം അഥവാ പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എങ്ങോട്ടുള്ള ട്രാൻസിഷൻ? ഒരു കുട്ടിയിൽ നിന്നും മുതിർന്ന വ്യക്തിയിലേക്കുള്ള ട്രാൻസിഷൻ. പലപ്പോഴും കൗമാരക്കാർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, അല്ലെ? ഞാൻ കുട്ടിയാണോ, ഞാൻ മുതിർന്ന ആളാണോ? ചില സമയത്ത് വീട്ടുകാർ പറയും ഞാൻ കുട്ടിയാണെന്ന്. അതേ വീട്ടുകാർ തന്നെ കുറച്ച് സമയം പറയും നീ ഇത്രയും വളർന്നവനല്ലേ, പോയി വേറെ വല്ല പണി നോക്കടാന്ന് പറയും, അല്ലേ? എല്ലാം ഇവർ തന്നെയാണ് പറയുന്നത്. കൗമാരക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐഡന്റിറ്റി ക്രൈസിസ് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ദേ ഐഡന്റിറ്റി ക്രൈസിസ് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ മുതിർന്നവനാണോ, ഞാൻ കുട്ടിയാണോ എന്ന ഒരു ചോദ്യം. ഐഡന്റിറ്റി ക്രൈസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് എറിക് എറിക്സൺ ആണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. എറിക് എറിക്സനെയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, എറിക് എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇനി കൗമാരം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം. ഇച്ചിരി കൂടിപ്പോയി അല്ലേ? കുഴപ്പമില്ല, താൽക്കാലികം എന്നൊരു വാക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. അതായത് കൗമാരക്കാർക്ക് ഒരു താൽക്കാലിക ബുദ്ധിഭ്രമമാണ്. ഒന്നും ചിന്തിച്ച് ചെയ്യുന്നില്ല, തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കും, വല്ല അബദ്ധത്തിൽ ചെന്ന് ചാടും, എന്നിട്ട് കൈയിട്ടടിക്കും. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇതാരാണ് കുട്ടികളെ പറഞ്ഞത്? ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഹോളിംഗ്വർത്ത് ആണ്. പരീക്ഷയിൽ ചോദിക്കും. ഹോളിംഗ്വർത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലഘട്ടം, പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി. അപ്പോൾ സ്റ്റാൻലി ഹോൾ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, ഹോളിംഗ്വർത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൗമാര കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യമാണ്, അല്ലെ? എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം, എനിക്ക് വീട്ടുകാരുടെ ചെലവിലൊന്നും നിൽക്കാൻ വയ്യ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആകണം, എനിക്ക് അത് നേടണം എന്നൊക്കെ ഉള്ള ചിന്തകൾ വരികയാണ്. പക്ഷേ വാസ്തവത്തിൽ ഇപ്പോഴും വീട്ടുകാരുടെ ചെലവിൽ തന്നെയാണെന്നുള്ളത് മറ്റൊരു ഒരു സത്യം, അല്ലെ? സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ്സ് നിങ്ങൾ ഓർത്തോണം. പരിവർത്തനത്തിന്റെ കാലം കൗമാരം, താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം കൗമാരം, പറഞ്ഞത് ഹോളിംഗ്വർത്ത്. ഐഡന്റിറ്റി ക്രൈസിസ് തോന്നുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കൗമാരം. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന വാക്ക് വന്നിരിക്കുന്നത് എറിക് എറിക്സണിൽ നിന്നാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് കൗമാരം. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? കൗമാര കാലഘട്ടത്തിലെ ശരീരത്തിന്റെ വളർച്ച നിങ്ങൾക്കറിയാമല്ലോ, ദ്രുതഗതിയാണ് കേട്ടോ. ബാല്യകാലത്തിൽ ദ്രുതഗതിയാണെന്ന് വിചാരിക്കല്ലേ. ബാല്യകാലത്തിലേക്ക് വരുമ്പോൾ വളർച്ച ഉണ്ടെങ്കിലും സ്ലോ ഡൗൺ ചെയ്യും. ശൈശവത്തിലും കൗമാരത്തിലുള്ള റാപ്പിഡ് ഗ്രോത്ത് അല്ല ബാല്യകാലത്തിൽ ഉണ്ടാകുന്നത്. അത് സ്ലോ ഡൗൺ ചെയ്യും, പക്ഷെ വളരും. പക്ഷെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ലോ ചെയ്യും. കൗമാരത്തിലേക്ക് വരുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വരികയും ദ്രുതഗതിയിലേക്ക് പോവുകയും ചെയ്യും. മനുഷ്യ ശരീരം അന്തിമ രൂപത്തിലാകുന്നു, ഗ്രന്ഥികൾ സജീവമാകുന്നു. ഇതെല്ലാം കൗമാരത്തിന്റെ പ്രത്യേകതയാണ്. കൗമാരത്തിൽ നമുക്കറിയാമല്ലോ നമ്മുടെ വികാരങ്ങൾ. കൗമാര കാലഘട്ടത്തിൽ നമുക്ക് തോന്നിയിരുന്ന അമർഷം, ദേഷ്യം, സങ്കടം, സന്തോഷം, അതിൻ്റെയൊക്കെ ഒരു അംശം പോലും ഇപ്പോൾ ഉണ്ടോ? എവിടെയോ പോയി, അല്ലേ? ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളത്. അതിന്റെ വികാരങ്ങളുണ്ടില്ലെന്നല്ല, പക്ഷെ അതിന്റെ തീവ്രത കുറഞ്ഞു പോയി എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? കൗമാര കാലഘട്ടത്ത് വികാരങ്ങളുടെ തീക്ഷ്ണത വളരെ കൂടുതലാണ്, ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. ദേഷ്യം വരുമ്പോൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക, സങ്കടം വരുമ്പോൾ പൊട്ടിക്കരയുക, സന്തോഷം വരുമ്പോൾ പരിസരം മറന്ന് ചിരിക്കുക. ഇതൊക്കെയാണ് കൗമാരകാലത്തിന്റെ പ്രത്യേകത. വൈകാരികമായ അസ്ഥിരത, ഇതൊരു സത്യമായ കാര്യമാണ്. നമ്മുടെ ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ മോശമാണ് കൗമാര കാലഘട്ടത്തിൽ. ഇപ്പൊ നമുക്കുള്ള ഇമോഷണൽ കൺട്രോൾ ഉണ്ടോ കൗമാരക്കാർക്ക്? ഇല്ല. പലപ്പോഴും കൗമാരക്കാർ വയലന്റ് ആവുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം ഏതാണ്? ഇമോഷണൽ കൺട്രോൾ വളരെയധികം കുറവാണ്. അതിര് കവിഞ്ഞ ആത്മാഭിമാനമാണ്. നിങ്ങൾക്കറിയാം, കൗമാരക്കാരെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ ഈ പിള്ളേർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. അവരുടെ വില ഇടിച്ചു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അവർ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്.
ബൗദ്ധിക വികസനം. ഇത്രയൊക്കെ കുഴപ്പങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ ബുദ്ധി ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കൗമാരം. കൗമാരകാലത്ത് നമുക്കറിയാം നല്ല ബുദ്ധി ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ബുദ്ധി എന്ന് പറയുന്നത് പാരമ്യത്തിൽ സാഹസം ഇഷ്ടപ്പെടുന്നു അല്ലെ? ബൈക്കൊക്കെ ഓടിക്കുന്ന കൗമാരക്കാരായ പയ്യന്മാരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പിടിച്ചങ്ങ് നിൽക്കുമായിരിക്കും അല്ലെ? ആ ആക്സിലേറ്ററിൽ നിന്ന് കൈയെടുക്കത്തില്ല. കാരണം വണ്ടി ഇടിക്കുകയോ ഇടിക്കാത്തതൊന്നും അവരുടെ വിഷയമല്ല, അതങ്ങ് പോവാന്നുള്ളതാണ്. ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നു, അത് വീട്ടുകാർ അറിഞ്ഞോ ഇല്ലയോ അതൊന്നും നമ്മുടെ ഒരു വിഷയമേ അല്ല അല്ലെ? അടി ഉണ്ടാക്കാൻ ചാടി ഇറങ്ങുന്നു, ഇങ്ങോട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ അടി കിട്ടി നമ്മൾ ക്ലോസ് ആകുമെന്നോ ഒന്നൊരു ചിന്തയൊന്നുമില്ല, ചാടി അങ്ങ് ഇറങ്ങുവാണ്. ഒന്നിനെക്കുറിച്ച് ഒരു ചിന്തയില്ല എന്നുള്ളതാണ്. സാഹസം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുമല്ലോ കൗമാര കാലഘട്ടത്തിലെ പ്രണയങ്ങൾ പലപ്പോഴും ഒരു ഒളിച്ചോട്ടത്തിലേക്കൊക്കെ പോകുന്നത് പോലും അതാണ്. കാരണം അവർക്ക് ഈ പറയുന്ന ഒരു പ്രായത്തിൽ ഇതെന്ത് സംഭവിച്ചാലും വിഷയമല്ല എന്നൊരു ലെവലിലേക്ക് ചിലപ്പോൾ ചിന്തിക്കുകയാണ്. സാഹസം വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. നമ്മളൊക്കെ കൗമാര കാലഘട്ടത്തിൽ എടുത്ത ഒരു റിസ്ക് ചിലപ്പോൾ അത്രയൊക്കെ റിസ്ക് നമ്മളിപ്പോൾ എടുക്കുന്നുണ്ടോ? ഇല്ല. പല കാര്യത്തിലും അല്ലെ, പല കാര്യത്തിലും നമ്മൾ കുറച്ചും കൂടെ റിസർവ്ഡ് ആയി, കുറച്ചും കൂടെ നമ്മൾ കൺസേൺഡ് ആണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. സാഹസം ഇഷ്ടപ്പെടുന്നു. ബൗദ്ധിക വികസനം പാരമ്യത്തിലാണ്. വികാരങ്ങളുടെ തീക്ഷ്ണത, വൈകാരിക അസ്ഥിരത, അതിരുകവിഞ്ഞ ആത്മാഭിമാനം, വളർച്ച ദ്രുതഗതി, ഗ്രന്ഥികൾ സജീവമാകുന്നു. മനുഷ്യരൂപം ഇവിടെ അന്തിമ ഘട്ടമായിട്ട് എത്തുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? അങ്ങനെയെങ്കിൽ ഇവരുടെ സാമൂഹിക വികസനം എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സംഘത്തോട് ശക്തമായ വിശ്വാസ്യത പുലർത്തുന്നു. കൗമാരത്തിലെ ഗ്യാങ് എന്തു പറയുന്നു അതാണ് നമുക്ക് വേദവാക്യം. നമ്മുടെ കൂട്ടുകാർ എന്ത് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കും. അംഗീകാരമാണ് ലക്ഷ്യം. ആ ഗ്രൂപ്പിന്റെ അംഗീകാരമാണ് നമ്മുടെ ലക്ഷ്യം. കൗമാരത്തിലെ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. സമപ്രായക്കാരോ സമലിംഗത്തിൽപ്പെട്ടവരോ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ആൺ പെൺ കലർന്ന സൗഹൃദമായിരിക്കും, പ്രായത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. കൂട്ടുകാരാണ് മാർഗദർശികൾ. വീട്ടുകാരെന്തു പറഞ്ഞാലും ഇതുവഴി കേൾക്കും, ഇതുവഴി വിടും. കൂട്ടുകാരാണ് മാർഗദർശികൾ. ഉപദേശിച്ചിട്ടും കാര്യമില്ല, കാരണം പ്രായം കഴിഞ്ഞു പോയി. പിൽക്കാല ബാല്യത്തിലാണല്ലോ നമുക്ക് മാർഗദർശനം കൊടുക്കേണ്ട പ്രായം. എതിർലിംഗത്തെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഇല്ലേ, ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഇപ്പോൾ വലിയ വാലിഡിറ്റി ഇല്ല. കാരണം സെയിം സെക്സിനെ വരെ അട്രാക്ട് ചെയ്യാനുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പലതരത്തിലുള്ള സ്പെക്ട്രത്തിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് നമ്മളിങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങുകയാണ്. ഓക്കെ, ഇത് നോർമൽ ഒരു കാര്യമാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണമെന്ന് തോന്നിയില്ലെങ്കിലാണ് അവിടെ നമുക്ക് ആരോടും ഒരു ആകർഷണം തോന്നാതിരിക്കുമ്പോഴാണ് നമുക്കൊരു പ്രശ്നമായിട്ട് നമ്മളത് പലപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് കൗമാരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുട്ടികളെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ഇതൊരു ബേസിക് ലെവലിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അത്യാവശ്യം ഒരുപാടിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്താണ് കണ്ടന്റ് എന്ന് മാത്രം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി ഇതിൽ നിന്നുമാണ് നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്കൊക്കെ പോകുന്നത്. അടുത്ത സെഗ്മെന്റിലേക്കൊക്കെ പോകുമ്പോൾ അത് പക്ക അതിൻ്റെ അകത്ത് ഉള്ള പ്രധാന പോയിന്റുകളൊക്കെ ഒരുപാട് പോയിന്റുകൾ വരും. അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയകൾ വരും. ഇതെല്ലാം വരുന്നു. അതിന് മുന്നേ ഉള്ള ഒരു ബേസ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ സെഷനെ പരിഗണിക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊക്കെ കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പീഡിൽ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ കുറെ കൂടെ വലുതാകും. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ഏരിയയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.